ഹായ്, ഇന്ന് നമ്മൾ ക്യൂബിക്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്ക് ഹോണ്ട സിറ്റി ടൈപ്പ് 5-ന്റെ. നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ നക്കാമച്ചിയുടെ 5960 Pro, അതായത് 8/128 ബിൽറ്റ് ഇൻ വരുന്ന ഒരു സ്റ്റീരിയോ, അതായത് 360 ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഡിയോ അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഔറയുടെ ഫയർബോൾ 6.8 എന്ന് പറയുന്ന 8 ചാനൽ DSP ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിറ്റിയുടെ റെഫറൻസ് സെഗ്മെന്റിൽ വരുന്ന കമ്പോണന്റ് സ്പീക്കേഴ്സും കോയാക്സിയൽ സ്പീക്കേഴ്സും നമ്മൾ ഇതിൽ ഓഡിയോ അപ്ഗ്രേഡിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാമ്പിങ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഔറയുടെ ഡാമ്പിങ് ഷീറ്റ് വെച്ചിട്ടാണ്. 4 ഡോറും ഡാമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബോണറ്റും ഡാമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിക്കകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് DSP എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വണ്ടിക്കകത്ത് കാണാം. അതൊന്ന് നമുക്ക് കേട്ട് നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീരിയോ ഇതാണ്, അതായത് 9 ഇഞ്ചാണ് സ്റ്റീരിയോ സൈസ് വരുന്നത്. നക്കാമച്ചിയുടെ 5960 Pro എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കൊയാക്സിയൽ ഔട്ട്, ഒപ്റ്റിക്കൽ ഔട്ട്, HDMI ഔട്ട്, ബിൽറ്റ് ഇൻ 4G ഉള്ള ഒരു സ്റ്റീരിയോ ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് 360 കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിന്റെ 360 വ്യൂ, ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കിടക്കുന്നത്. അതേപോലെ നമ്മൾ റിവേഴ്സ് ഇതാണ് റിവേഴ്സ് വ്യൂ വരുന്നത്. വളരെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു സെറ്റാണ്. നമ്മൾ ഇത് കൂടിയത് എടുക്കാൻ കാരണം തന്നെ ഓഡിയോ അപ്ഗ്രേഡ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം, ഇതാണ് ഇതിന്റെ നമ്മൾ വെച്ചിരിക്കുന്ന DSPയുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് മോഡ് പ്രസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇതിൽ ഓഡിയോ സെറ്റ് ചെയ്തിരിക്കുന്ന ഒപ്റ്റിക്കൽ കണക്ടിവിറ്റിയിലൂടെയാണ്. അതായത് സ്റ്റീരിയോയുടെ ഒപ്റ്റിക്കൽ കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ DSP ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് സോഴ്സ് സെലക്ട് ചെയ്യാം. ഓക്സ് വേണമെങ്കിൽ ഓക്സ്, ഹൈ ഇൻപുട്ട് വേണമെങ്കിൽ ഹൈ ഇൻപുട്ട്, നിങ്ങളുടെ മൊബൈൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെങ്കിൽ മൊബൈൽ ബ്ലൂടൂത്ത്, ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം. ഇതിന്റെ വോളിയം കൺട്രോള്, മോഡ് സെലക്ട്, ഇതെല്ലാം നമുക്ക് ഈ കൺട്രോളിൽ കൂടെ തന്നെ ചെയ്യാം. ഇതെന്താണ് നമ്മൾ DSP എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 8 ചാനൽ ആക്റ്റീവ് DSP ആണ്. അപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ വേറെ ആംബോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സിൻസ് നമ്മളൊരു ആക്റ്റീവ് DSP യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ 8 ചാനലിൽ 6 ചാനലേ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ വണ്ടിയിൽ സബ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് 2 ഡോർ കമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ് റെഫറൻസിന്റെ, ബാക്കിൽ കൊയാക്സിയൽ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 6 സ്പീക്കേഴ്സ്. ഈ 6 സ്പീക്കേഴ്സും നമ്മൾ DSPന്ന് ഡയറക്റ്റ് ആക്റ്റീവ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെ RTA ട്യൂൺ ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. I was a lonely silhouette, needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing I needed. Then we got older, but we stayed the same. Swear that we never lost the flame. No sorry. Show me colors, light in the darkness. You were the only thing
നമ്മുടെ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഹോണ്ട സിറ്റി ആണെങ്കിലും ഏത് ടോപ്പ് ആൻഡ് കാർസ് ആണെങ്കിലും ഈ വണ്ടി ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളവർക്ക് അറിയാം, ഓഡിയോ കുറച്ച് പുവറാണ് ഹോണ്ട സിറ്റി ടൈപ്പ് 5 വരുന്നത് ക്ലാരിറ്റി വൈസ്. അപ്പൊ അത് കൂട്ടാനാണ് കസ്റ്റമറിന് ഇത് സബ് വേണ്ടതാണ്, എന്നാൽ അതേപോലെ പഴയ ഒരു ഹൈഫൈ ടെക്കിന്റെ പോലത്തെ ഒരു പെർഫോമൻസ് വേണമെന്നാണ്. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ഇതിൽ ചെയ്യാൻ കാരണം. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ക്യൂബിക്സ് കസ്റ്റമേഴ്സ്.